ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തലശ്ശേരി പോലീസ് ബഡ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. എരഞ്ഞോളി വാടിയിൽ പീടിക സ്വദേശിനി DK ഷീബയുടെ പരാതിയിലാണ് ഹൈറിച്ച് മാനേജർക്കും സിഇഒയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിന്റെയും മറ്റ് പദ്ധതികളുടെയും മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ കൊല്ലാട്ട് ദാസൻ പ്രതാപൻ, സിഇഒ ശ്രീന പ്രതാപൻ എന്നിവർക്കെതിരെ തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എരഞ്ഞോളി വാടിയിൽ പീടിക സ്വദേശിനി DK ഷീബയുടെ പരാതിയിൽ പ്രതികൾക്കെതിരെ ബഡ്സ് ആക്ട് പ്രകാരം കേസെടുക്കാൻ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഒരു ഡിജിറ്റൽ ഐഡിക്ക് 10,000 രൂപയുടെ നിരക്കിൽ മൊത്തം 121 ഡിജിറ്റൽ ഐഡികളാണ് പരാതിക്കാരി എടുത്തത്. ഓരോ ഐഡിക്കും 30,000 രൂപ ലാഭവിഹിതം നൽകാമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. കൂടാതെ OTT പ്ലാറ്റ്ഫോം പദ്ധതിയിൽ 5 ലക്ഷം രൂപയും ഗ്രോസറി നിക്ഷേപ പദ്ധതിയിൽ 5 ലക്ഷം രൂപയും നിക്ഷേപിച്ചു. വിവിധ പദ്ധതികളിലായി ആകെ 22,10,000 രൂപയാണ് പരാതിക്കാരി നിക്ഷേപിച്ചത്. ഇതിൽ ലാഭവിഹിതവും മറ്റുമായി 10,79,850 രൂപ തിരികെ ലഭിച്ചു. ബാക്കിയുള്ള 11,40,150 രൂപയും വാഗ്ദാനം ചെയ്ത ഉയർന്ന ലാഭവിഹിതവും നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. അഭിഭാഷകരായ KV അബ്ദുൾ റസാഖ്, OK പത്മപ്രിയ, C സിന്ധു എന്നിവർ മുഖേനയാണ് പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. അതേസമയം തലശ്ശേരി മേഖലയിൽ നിന്ന് കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതിയുമായി എത്തുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.